സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം മൂലം വകുപ്പുകൾക്ക് ബില്ലുകളും ചെക്കുകളും മാറാൻ കഴിയുന്നില്ല. വകുപ്പുകളിൽ നിന്നും സമ്മർദ്ദം വന്നതോടെ അത്യാവശ്യ ബില്ലുകൾക്ക് ഇന്നുകൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറും തകരാറിലാണ്. ടിൻഡു തസന വിവരങ്ങളുമായി ചേരുന്നത്. ടിൻഡു, വിശദാംശങ്ങൾ. സംസ്ഥാനത്ത് ഇനി ഈ വർഷത്തെ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 6 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. ഈ 6 ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ട്രഷറി നിയന്ത്രണം അല്ലെങ്കിൽ ഓഡി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് സംസ്ഥാനം എത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ധനവകുപ്പ് അറിയിപ്പ് നൽകിയിരുന്നു. 19-ാം തീയതിക്ക് മുന്നേ കൊണ്ടുവരുന്ന ബില്ലുകൾ മാത്രമേ ട്രഷറി വഴി മാറി നൽകുകയുള്ളൂ. ഈ ബില്ലുകൾ അതിനുശേഷം 25-ാം തീയതി വരെ അധിക സമയമുണ്ടാകും. 19-ാം തീയതിക്ക് മുന്നേ വരുന്ന ബില്ലുകൾ ശേഷം വരുന്ന ബില്ലുകൾ സ്വീകരിക്കില്ല. 19-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ബില്ലുകൾ ക്യൂവിലായിരിക്കും. ക്യൂവിലുള്ള ബില്ലുകൾക്ക് ടോക്കൺ നൽകും. പണം വരുന്നതനുസരിച്ച് ബില്ലുകൾ മാറിക്കൊടുക്കും. ഇങ്ങനെയാണ് അറിയിച്ചത്. പക്ഷേ പെട്ടെന്ന് ഒരു ട്രഷറി നിയന്ത്രണം വന്നതോടുകൂടി വകുപ്പുകൾക്ക് ബില്ലുകളും അതോടൊപ്പം തന്നെ ചെക്കുകളും മാറ്റി നൽകാൻ കഴിയാത്തൊരവസ്ഥയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലുള്ള രണ്ടാം ഗഡുവായിട്ടുള്ള 18,800 കോടി രൂപയാണ് ഇപ്പോൾ നിലവിൽ ധനവകുപ്പ് തദ്ദേശ വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളത്. ഇവരുടെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള, അതായത് ബില്ലുകളും ചെക്കുകളും ഒക്കെ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ, പ്രൈസ് സോഫ്റ്റ്വെയർ ഇപ്പോൾ തകരാറിലാണ്. അതോടൊപ്പം തന്നെ ഈ 3-ാം ഘട്ട തുക നൽകാത്തതും വകുപ്പുകൾക്ക് ബില്ലുകൾ അല്ലെങ്കിൽ ബില്ലുകൾ തയ്യാറാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. നമുക്കറിയാം, സംസ്ഥാനം രൂക്ഷമായിട്ടുള്ളൊരു ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് വകുപ്പുകളിലെ ബില്ലുകളും ചെക്കുകളും മാറാൻ കഴിയാത്തത്. വകുപ്പുകളിൽ നിന്നും സമ്മർദ്ദം വന്നതോടുകൂടി 25-ാം തീയതി വരെ പുതിയ ബില്ലുകളും എടുക്കാം എന്നൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ധനവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനടിസ്ഥാനപ്പെടുത്തി 25-ാം തീയതി വരെയുള്ള ബില്ലുകളും ക്യൂവിലായിരിക്കും. അതിനുശേഷം പണം വരികയാണെങ്കിൽ മാത്രം ബില്ലുകൾ മാറിക്കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത പദ്ധതി വർഷത്തിലേക്ക് മാറ്റാനായിരിക്കും സാധ്യത കൂടുതൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു ധനപ്രതിസന്ധി അല്ലെങ്കിൽ തന്നെ ബില്ലുകൾ മാറാൻ കഴിയാത്തൊരവസ്ഥ, ബില്ലുകൾ തയ്യാറാക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെന്ന് തദ്ദേശ സെക്രട്ടറിമാർ തദ്ദേശ വകുപ്പുകൾക്ക് നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു. ഈ അറിയിപ്പ് ധനവകുപ്പിന് ലഭിച്ചിരുന്നു. പക്ഷേ ധനവകുപ്പ് അത് അത്ര കാര്യമായി എടുത്തിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലെ ബില്ലുകളും മറ്റും മാറാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിലിപ്പോൾ തദ്ദേശ വകുപ്പുകൾക്ക് നൽകാനുള്ള 3-ാം ഘട്ട തുക കയ്യിലില്ല. ബില്ലുകൾ മാറാൻ കഴിയില്ല. ബില്ലുകൾ തയ്യാറാക്കുന്ന പ്രൈസ് സോഫ്റ്റ്വെയർ തകരാറിലായിട്ടുണ്ട്. പൂർണ്ണമായും സംസ്ഥാനത്തൊരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അനു.